അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഓൾ ഓഫ് ഗുഡ് മോർണിംഗ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ റമളാനിലെ 5-ാമത്തെ നോയമ്പാണ് ഇന്ന് നാം എല്ലാവരും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇബാദത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 4 നോയമ്പുകൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി നല്ല നിലയിൽ നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി. അതുപോലെ തന്നെ ഇന്നത്തെ നോയമ്പും ആകെ 30 നോയമ്പുകളാണ് ഉള്ളത്. ആ 30 നോയമ്പുകൾ നല്ല നിലയിൽ വെച്ച് അള്ളാഹുവിൻ്റെ പരമാവധി തൃപ്തിയെ കരസ്ഥമാക്കിക്കൊണ്ട് നല്ല നിലയിൽ ഈ മാസത്തെ, റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ വിശ്വാസ സമൂഹത്തിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആൻ നമുക്ക് ഏവർക്കും ഒരു മാർഗദർശനമാണ്. രാജസയ്യിദായ അള്ളാഹു സുബ്ഹാനഹു വ തആല, കരുണാമയനായ നമ്മുടെ സൃഷ്ടികർത്താവായ, സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവായി, സർവ്വലോകത്തിൻ്റെയും പരിപാലകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രാജവിളംബരമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകി. നമുക്ക് എല്ലാ നിലയിൽപ്പെട്ട ആളുകൾക്കും, സാധാരണക്കാർക്കും, സമ്പന്നർക്കും, ദരിദ്രർക്കും എന്ന് വേണ്ട എല്ലാ നിലയിൽപ്പെട്ട ആളുകൾക്കും, ഭരണാധികാരികൾക്കും, അതുപോലെ തന്നെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്കും, ഒരുപാട് സന്തോഷത്തിൽ മതിമറന്ന് ജീവിക്കുന്നവർക്കും എല്ലാം ഏത് സമയവും വായിക്കുവാനും മനസ്സിലാക്കുവാനും മനസ്സിന് സാന്ത്വനവും മാർഗദർശനവും കിട്ടുന്ന മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ആരുടെയും കുത്തകയല്ല. ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിം എന്നൊരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മാനവലോകത്തിനായി അള്ളാഹു സമർപ്പിച്ച അള്ളാഹുവിൻ്റെ ഭാഷണമാണത്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ വിളംബരമാണ്. ആ വിളംബരം നമ്മൾ അനുസരിച്ചുകൊണ്ട് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ചേർത്ത് പിടിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മഹത്തായ ഒരു ആദർശ ഗ്രന്ഥം. ആ ഗ്രന്ഥം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളത് വായിക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഷോക്കേസിലും നമ്മുടെ മേശപ്പുറത്തുമൊക്കെ ഒരു അലങ്കാരമായിട്ട് വസ്തുവായിട്ട് വെക്കാനുള്ളതല്ല പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നല്ല നിലയിൽ വായിക്കുവാനും അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കുവാനും എല്ലാ അവസ്ഥയിലും നമുക്ക് ആശ്വാസം പകരുന്ന, നമുക്ക് മാർഗദർശനം പകരുന്ന, നമുക്ക് സമാധാനം തരുന്ന, നമുക്ക് ഇരുലോകങ്ങളിലും വിജയം തരുന്ന ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഒന്നാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കടയിൽ പോയിട്ട് വിലപിടിപ്പുള്ള ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം, അതിനെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബുക്ക് നമുക്ക് തരാറുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദീൻ, മഹത്തായ ദീനിൽ നമ്മൾ എങ്ങനെ ദീനനുസരിച്ച് ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ഈ സമൂഹത്തിൽ സൃഷ്ടികളോട് ഇടപഴകണം, അള്ളാഹുവിനെ എങ്ങനെ ചേർത്ത് പിടിക്കണം, അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം, ഇതെല്ലാമായിട്ടുള്ള എല്ലാ വിവരങ്ങളും പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പരമാവധി റമദാൻ മാസത്തിൽ നിന്ന് മാത്രമല്ല, എപ്പോഴും ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റുകയും ഖുർആനിൻ്റെ പരിഭാഷാ ഗ്രന്ഥങ്ങൾ വാങ്ങിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ ഖുർആൻ നമ്മുടെ ജീവിതമാക്കി മാറ്റുവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം.